ഹലോ ഗായ്സ്, എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു പാഷൻ പ്രോ പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന പറഞ്ഞാൽ ഈ വണ്ടി പെയിന്റ് ചെയ്യുന്ന വരെയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലിയർ അടിക്കുന്ന വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെയിന്റ് അടിക്കുന്ന വരെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, ഈ ഒരു വണ്ടിയിൽ നമ്മൾ അടിക്കാൻ പോകുന്ന പെയിന്റ് എന്ന് പറയുന്നത് റെഡ്, അതുപോലെ തന്നെ ബ്ലാക്ക്. അപ്പം ഈ 2 കളറാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേന് മാറ്റ് ബ്ലാക്കും അടിക്കുന്നുണ്ട് കേട്ടോ. മാറ്റ് ബ്ലാക്ക് അടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേസിനകത്ത് പിന്നെ ഈ സൈഡിലെ പീസ് ഇതിനകത്തൊക്കെ നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിക്കുന്നത് കേട്ടോ. മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആസ്പയുടെ മാറ്റ് ബ്ലാക്കാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ചേസിനകത്ത് നമ്മൾ അടിക്കുന്ന പറഞ്ഞാൽ ഗ്ലോസി ബ്ലാക്കാണ് ചേസിനകത്ത് അടിക്കുന്നത്. ചേസിനകത്ത് ഗ്ലോസി ബ്ലാക്ക് അടിച്ച ശേഷം 2 ഡിസ്ക്, എൻജിൻ വരുന്ന ഭാഗത്ത്, പിന്നെ എൻജിൻ കവറ്, പിന്നെ എൻജിൻ കവറല്ല ചെയിൻ കവർ, ഇതൊക്കെ നമ്മൾ മാറ്റ് ബ്ലാക്കാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പിന്നെ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ പുട്ടി വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ബോഡി ഫില്ലറാണ്. ബോഡി ഫില്ലർ ഇട്ട് തേച്ച് റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾ NC പുട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. NC പുട്ടി നമ്മൾ ബോഡി ഫില്ലർ നല്ലതായിട്ട് നൈസ് ചെയ്തിട്ടാണ് NC പുട്ടി ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആദ്യമായി നമ്മൾ ഇതിനകത്ത് ഈ വണ്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ 320ൻ്റെ പേപ്പറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. 320ൻ്റെ പേപ്പർ ഇട്ട് തേച്ച ശേഷം നമ്മൾ ഇതിനകത്ത് പിന്നെ 400ൻ്റെ പേപ്പർ ഇട്ട് തേക്കും കേട്ടോ. ഇത് രണ്ടും പുതിയ പേപ്പർ ഇട്ടാണ് തേക്കുന്നത് കേട്ടോ. തേച്ച് റെഡിയാക്കി നമ്മൾ എടുക്കും. മുന്നൂറ്റി പേപ്പർ ഇട്ട് നമ്മൾ ഒരുമാതിരി തേച്ച് കുഴിയൊക്കെ ഒന്ന് തേച്ച് ലെവൽ ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ 400ൻ്റെ പേപ്പർ ഇട്ട് തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം പിന്നെ അന്നേരം പിന്നെ ഇച്ചിരി കൂടെ സ്ക്രാച്ച് കുറയും, അതായത് ഇച്ചിരി കൂടെ തരി നമ്മൾ ഇച്ചിരി സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വെച്ചാൽ 400ൻ്റെ പേപ്പർ ഇച്ചിരി കൂടെ തരി കുറഞ്ഞ് അത് തേച്ച പേപ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വെക്കുക. അതും കൂടെ അവസാനം ഇട്ടൊന്ന് ഓടിച്ചെന്ന് തേക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ തേച്ച് റെഡിയാക്കി ഇത് നല്ല വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കി നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒരു പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കുക. അല്ലെങ്കിൽ നല്ല ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം അടിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തുടച്ച് റെഡിയാക്കി ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞ ശേഷം മാത്രമാണ് നമ്മളിതിനകത്ത് പ്രൈമർ അടിക്കുന്നത് കേട്ടോ. ബോഡി ഫില്ലർ NC പുട്ടി ഇട്ട് നമ്മൾ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇനി പ്രൈമർ അടിക്കാൻ പോവുകയാണ്. പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മൾ PS ഗ്രേയും PS ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് നമ്മളിതിനകത്ത് അടിക്കാൻ പോകണം കേട്ടോ. അപ്പം രണ്ടാമത് പുട്ടി ഇടുന്നത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മിക്കുള്ള വണ്ടിക്കെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പ്രൈമർ അടിക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമർ അടിക്കുമ്പോഴത്തിനകത്ത് ഏത് ടിന്നറാണ് ചേർക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പറയുകയാണ് ഇതിനകത്ത് NC ടിന്നറാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ PS ഗ്രേയും PS ബ്ലാക്കോ പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1K പ്രൈമർ അടിക്കാം, അല്ലെങ്കിൽ 2K പ്രൈമർ അടിക്കാം. ഏത് പ്രൈമർ വേണമെങ്കിലും നമുക്കിതിനകത്ത് അടിക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ ടോപ്പ് പ്രൈമറാണ് നമ്മൾ ഈ 1K പ്രൈമറും 2K പ്രൈമറൊക്കെ. നമുക്ക് ഏത് പ്രൈമർ വേണമെങ്കിലും ഇതിനകത്ത് അടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ
പ്രൈമറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് ഉണക്കും കേട്ടോ. അപ്പം ഉണക്കിയിട്ട് പിന്നെ NC പുട്ടി ഒരു 2 കോട്ട് പുട്ടിയും കൂടി. 2 കോട്ട് പുട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്ന ഭാഗത്ത് തന്നെ ഇച്ചിരി 2 കോട്ടോളം നമ്മൾ കട്ടിക്കിടും. പിന്നെ ഈ പറയുന്നതെന്ന് വെച്ചാൽ സ്ക്രാച്ചൊന്നും ഇല്ലാത്ത ഭാഗമാണെങ്കിൽ ഒരു കോട്ട് ഇട്ടാലും മതി കേട്ടോ. ഇട്ട ശേഷം നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉണക്കുക. ഉണക്കിയ ശേഷം നമ്മൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ 320ൻ്റെ ആദ്യം നമ്മൾ തേച്ച പുതിയ പേപ്പർ തേഞ്ഞ പേപ്പർ രണ്ടാമത് എടുക്കുക. അതായത് നമ്മൾ ആദ്യം തേച്ച പേപ്പർ നമ്മൾ രണ്ടാമത് ആ പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്ത ശേഷം നമ്മൾ ആ തേഞ്ഞ പേപ്പർ കൊണ്ട് നമ്മൾ ഈ ഒരു പിന്നെ രണ്ടാമതിടുന്ന പുട്ടി തേക്കുക കേട്ടോ. ഈ പുട്ടി അതിൻ്റെ ഇച്ചിരി കട്ടിയായിട്ടുള്ള ഭാഗമല്ല നമ്മൾ പിന്നെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ഭാഗമൊക്കെ തേച്ച് ലെവൽ ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ 400ൻ്റെ പേപ്പർ ഇട്ട് വേണം തേക്കാൻ. 400ൻ്റെയും തേഞ്ഞ പേപ്പർ തന്നെ ഇടുക. അതായത് നമ്മൾ ആദ്യം തേച്ച രണ്ടാമത് നമ്മൾ ഇടാൻ പറഞ്ഞ 400ൻ്റെ പേപ്പർ തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം അത് നല്ല വൃത്തിയായിട്ട് ആ പേപ്പർ, അതായത് 320ൻ്റെ പേപ്പർ ഇട്ട് ആദ്യം തേക്കുക. തേഞ്ഞ പേപ്പർ ഇട്ട് തേച്ച് ഒരു ശകലം പുട്ടിയൊക്കെ തേച്ച് ലെവൽ ചെയ്ത ശേഷം രണ്ടാമത് നമ്മൾ 400ൻ്റെ പേപ്പർ ഇട്ട് തേച്ച് പിന്നെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമതിട്ട പുട്ടിയും തേച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. തേച്ച് റെഡിയാക്കി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇനി തുടച്ച് റെഡിയാക്കി വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വെയിലുണ്ടെങ്കിൽ ഇച്ചിരി നേരം നല്ലതായിട്ടൊന്ന് വെയിലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് അണ്ടർ കോട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അണ്ടർ കോട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് അടിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ശകലം റെഡും വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 കളറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത്, അപ്പം ഈ ഒരു പീസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് റെഡാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെഡ് വരുന്ന പീസ് മാത്രം നമ്മൾ ഈ ഒരു കളർ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പം വൈറ്റ് അടിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം വെച്ചാൽ ആ കളർ അടിക്കുന്ന റെഡ് നല്ലതായിട്ട് നമുക്ക് പിന്നെ റെഡ് നമുക്ക് കുറച്ച് മതി. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നല്ല കവറിങ്ങും കിട്ടും, നല്ല കളറും കിട്ടും കേട്ടോ. അപ്പം റെഡ് അടിക്കുക, പിന്നെ വൈറ്റ് അണ്ടർ കോട്ട് അടിക്കുവാണെങ്കിൽ. പിന്നെ ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, റെഡും വൈറ്റും ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് തികയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് റെഡും വൈറ്റും കൂടെ ചേർത്ത് ഈ ഒരു കളറാക്കി അണ്ടർ കോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് എന്തായാലും അണ്ടർ കോട്ട് കൊടുക്കുന്നതും കൂടെ നമുക്ക് കാണാം. ഈ അണ്ടർ കോട്ട് കൊടുക്കുന്ന പെയിൻറ്റ് തന്നെ NC പെയിൻ്റ് ആണ് കേട്ടോ. NC പെയിൻ്റ് ആണ് നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുന്നത്. അപ്പം റെഡും പിന്നെ അതേപോലെ തന്നെ പിന്നെ റെഡും വൈറ്റും കേട്ടോ. അപ്പം വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് ആണെങ്കിൽ നല്ല കളർ കിട്ടും, നല്ല പെയിൻറ്റും കുറച്ച് മതി കേട്ടോ. അപ്പം ഇനി നമ്മളിതിനകത്ത് അണ്ടർ കോട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കാണ് നമ്മൾ അടുത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് NC ടിന്നറാണ് ചേർക്കുന്നത് കേട്ടോ. ടാങ്കിനകത്ത് പറഞ്ഞാൽ നമ്മൾ അണ്ടർ കോട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ PS ബ്ലാക്ക് ആണ് കേട്ടോ. PS ബ്ലാക്ക് ആണ് നമ്മൾ ഈ ടാങ്കിൽ അണ്ടർ കോട്ട് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചേർത്ത ടിന്നർ എന്ന് പറഞ്ഞാൽ NC ടിന്നറാണ് ചേർത്തേക്കുന്നത് കേട്ടോ. NC ടിന്നർ ചേർത്ത് നമ്മൾ ടാങ്ക്, അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഫ്രണ്ടിലെ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കവർ, ഫ്രണ്ട് മൾഗാർഡ്, ഈ 2 പീസും. ഫ്രണ്ട് മൾഗാർഡ് എന്ന് പറഞ്ഞാൽ പുതിയ പീസാണ് കേട്ടോ. പുതിയ പീസ് കൊണ്ട് ആണ് മേടിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശകലം പെയിൻ്റ് ഒന്ന് പറത്തിയ ശേഷം ക്ലിയർ അങ്ങ് അടിക്കത്തേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിലെ പീസ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ കവറുണ്ട്, അത് നമുക്ക് പിന്നെ പെയിൻ്റാണ് അടിക്കേണ്ടത്. അത് കുഴപ്പമൊന്നുമില്ല, അത് ഇതിനകത്ത് വണ്ടിയിൽ ഇരുന്ന പീസ് തന്നെയാണ്. അത് നൈസ് ചെയ്ത് പെയിൻറ്റും ക്ലിയർ മാത്രം അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് വേറെ പുട്ടിയർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവസാനം പെയിൻറ്റ് അടിക്കാൻ സമയത്തേ അത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പീസിനകത്തും കൂടെ നമ്മൾ ഈ ബ്ലാക്ക് അടിക്കേണ്ട പീസിനകത്ത് നമുക്ക് പിന്നെ ഇനി നമുക്ക് എന്തായാലും അണ്ടർ കോട്ടും കൂടെ കൊടുക്കാം.
ഇതിനകത്ത് നമ്മൾ ബ്ലാക്കും എല്ലാം അണ്ടർകോട്ടെല്ലാം കൊടുത്ത ശേഷം ഇനി നമ്മൾ ഈ പീസുകളെല്ലാം നല്ല വൃത്തിയായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക കേട്ടോ. അപ്പം ഈ ഇതിനകത്ത് വല്ല കൊമളകളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ലതായിട്ട് ഉണക്കിയ ശേഷം കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് നൈസ് ചെയ്യുക. അത് 1000-ൻ്റെ 2000-ന് ഇട്ട് നൈസ് ചെയ്യുക. നൈസ് ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന പറഞ്ഞാൽ പെയിൻറ്റ് അടിക്കുക. പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് അടിക്കുന്നത്. ജെറ്റ് ബ്ലാക്ക് സൺലാക്കിൻ്റെ ജെറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ ഇതിനകത്ത് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും ഫുള്ള് നമ്മൾ ഈ ടാങ്ക് ബ്ലാക്ക് വരുന്ന ഭാഗമെല്ലാം നമുക്ക് പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പം ഇതിനകത്ത് അടിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് ആണ്. അത് നമ്മൾ SP 58 ഒഴിച്ചാണ് ഇതിനകത്ത് അടിക്കുന്നത്. SP 58 ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ജെറ്റ് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് അടിക്കേണ്ട പീസെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡാണ് അടിക്കുന്നത് കേട്ടോ. അപ്പം റെഡ് കണ്ടില്ല, റെഡ് നമ്മൾ ഈ ഒരു അണ്ടർകോട്ട് ഈ ഒരു കളർ നമ്മൾ കൊടുത്താലും റെഡ് കവർ ആകുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കോട്ട് അടിച്ചപ്പം തന്നെ നല്ല ഒരു കളർ കിട്ടുന്നുണ്ട്. എങ്കിലും വൈറ്റ് അടിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം അതിനായിട്ട് ഒരു വടി അടിക്കപ്പോഴേ ഒരു കോട്ട് അടിക്കപ്പോഴേ നല്ല കവറിങ് കിട്ടും, നല്ല കളറും കിട്ടും. അപ്പം നമ്മൾ വൈറ്റ് അടിക്കുവാണെങ്കിൽ ഇത് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതടിച്ചാലും മതി. അപ്പം ഞാൻ എന്തായാലും ഇതിനകത്ത് അടിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു കളറാണ് കേട്ടോ അണ്ടർകോട്ടായിട്ട് കൊടുത്തത്. അപ്പം നമ്മൾ റെഡ് അടിക്കണം. ഇനി നമുക്ക് എന്തായാലും ഈ റെഡ് വരുന്ന പീസെല്ലാം റെഡ് അടിച്ച് നമുക്ക് മാറ്റാം. ഈ വണ്ടിയിലാണെങ്കിൽ നമ്മൾ ഈ മെയിൻ പീസുകൾ ടാങ്ക്, സൈഡ് കവർ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ മൾഗാർഡ്, ഹെഡ്ലൈറ്റിൻ്റെ കവർ, ഇതൊക്കെ നമ്മൾ മെയിൻ പീസുകളെല്ലാം നമ്മൾ അടിക്കുന്ന പറഞ്ഞാൽ ലാക്കർ പെയിനാണ് കേട്ടോ അടിക്കുന്നത്. അപ്പം ബേസ് കോട്ട് എന്നൊക്കെ പറയാം. ചിലയിടത്ത് ബേസ് കോട്ട് എന്ന് പറയും. ഇവിടെയും അങ്ങനെ ചിലവർ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ലാക്കർ പെയിൻ എന്നാണ് ഞാൻ പണ്ടോട്ടേ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അടിക്കേണ്ട പെയിൻ. അപ്പം ലാക്കർ പെയിനാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിതിനകത്ത് പിന്നെ ഈ ഫുള്ള് പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളിതിനകത്ത് സ്റ്റിക്കർ വർക്കിനാണ് അടുത്ത് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. ലാക്കർ പെയിൻ്റ് അടിച്ച ശേഷം പിന്നെ നമുക്ക് ക്ലിയർ അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റിക്കർ വർക്കിന് കൊണ്ടുപോയിട്ട് വന്നിട്ട് വേണം നമ്മളിതിനകത്ത് ക്ലിയർ അടിക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ വർക്കിന് പോയിട്ട് വരാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം അത് മാത്രമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.